എന്നെ തെറ്റിദ്ധരിക്കരുതേ. ബാവായുടെ ആള് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നമാണ്. എവിടെയെങ്കിലും വെട്ടിക്കൽ ഡയറായിലോ പഴയ സെമിനാരിയിലോ പരിമലയിലോ ദേവലോകത്തോ ഒരച്ഛനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ ഗതികേടാണ്. പൊങ്കാലയിടുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ആരാണ് ബാവായുടെ ആള്? അവിടെയാണ് വട്ടക്കുന്നേ ബാവ തിരുമേനി ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയെ കുറിച്ച് വിശ്വസ്തൻ എന്നെഴുതിയതിന്റെ അർത്ഥം. മലങ്കര സഭയുടെ പരമാധ്യക്ഷന്മാർ ഒരാളെ വിശ്വസ്തൻ എന്ന് കാണുന്നുവെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം എല്ലാ തരത്തിലും തിരുമേനിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു എന്നത് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതിൽ ചില മനുഷ്യർക്കറിയാം. ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനി, ജോസഫ് മാർ പക്കോമ്യോസ് തിരുമേനിയുടെ ദേഹവിയോഗം അറിഞ്ഞപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ഗജ സൗന്ദര്യത്തിന്റെ പ്രതീകമായ വട്ടക്കുന്നേ തിരുമേനി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. അതിനൊരു കാരണമുണ്ട്. കാരണം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷന്റെ പ്രതീക്ഷയായിരുന്നു പക്കോമ്യോസ് തിരുമേനി. വിശ്വസ്തതയുടെ പൂർണ്ണ രൂപമായി അദ്ദേഹം നിലകൊണ്ടു. 3 കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് വട്ടക്കുന്നേ ബാവ തിരുമേനിയെ സംബന്ധിച്ച് ആരാധനാ കാര്യങ്ങളിലെ താല്പര്യം അത് പക്കോമ്യോസ് തിരുമേനിയിൽ പൂർണ്ണമായി ഉണ്ടെന്ന് വട്ടക്കുന്നേ ബാവയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഒരാളെ ഒരു കാര്യം ചുമതലപ്പെടുത്തുന്നുവെങ്കിൽ മണ്ടനായിട്ടല്ല, മണിയടികാരനായിട്ടല്ല, മറിച്ച് വിശ്വസ്തൻ. ഏത് കാര്യത്തിൽ? ഒന്നാമത് ആരാധനാ കാര്യത്തിൽ. അതിരാവിലെ എഴുന്നേറ്റ് പടക്കം വിടുന്നത് കാണുന്നതല്ല ആധ്യാത്മികത, മറിച്ച് സഭയുടെ നിഷ്ഠപ്രകാരം ക്രമമായി ആരാധന നടത്തുകയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ക്രമമായി ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആരാധനപരമായി വിശ്വസ്തനാണ്. ആ ആരാധനാപരമായ വിശ്വസ്തത ജോസഫ് മാർ പക്കോമ്യോസ് തിരുമേനിയുടെ പൗരോഹിത്യ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു.